ബി.ജെ.പി. പ്രവർത്തകനായിരുന്ന കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശി സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ സി.പി.എം. നേതാക്കളും പ്രവർത്തകരുമടക്കം 9 പേർ കുറ്റക്കാർ. 10-ാം പ്രതിയെ വെറുതെ വിട്ടു. സി.പി.എം. വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന വിരോധത്തിൽ 2005 ഓഗസ്റ്റ് 7 രാവിലെയാണ് സൂരജിനെ കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ വിരോധത്തോടെ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം മഴുവും കൊടുവാളുമടക്കം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് കേസ്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി.എം. മനോജിന്റെ സഹോദരൻ മനോരജ് നാരായണൻ, ടി.പി. കേസ് പ്രതി ടി.കെ. രജീഷ് എന്നിവരടക്കമുള്ള പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടത്. കൊലപ്പെടുത്തുന്നതിന് 6 മാസം മുമ്പും സൂരജിനെ സി.പി.എം. പ്രവർത്തകർ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ. അന്ന് കാലിന് വെട്ടേറ്റ സൂരജ് 6 മാസത്തോളം കിടപ്പിലായിരുന്നു. പിന്നീട് സൂരജ് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് വീണ്ടും ആക്രമിക്കപ്പെട്ടത്. കൊല്ലപ്പെടുമ്പോൾ 32 വയസ്സായിരുന്നു സൂരജിന്റെ പ്രായം. തുടക്കത്തിൽ 10 പേർക്കെതിരെയാണ് പോലീസ് കേസെങ്കിലും ടി.പി. കേസിൽ പിടിയിലായ ടി.കെ. രജീഷ് നടത്തിയ കുറ്റസമ്മത മൊഴിപ്രകാരം 2 പേരെ കൂടി പ്രതി ചേർത്തിരുന്നു. ഇതിലൊരാളാണ് മനോരജ് നാരായണൻ. കേസിലെ 1-ാം പ്രതി പി.കെ. ഷംസുദ്ദീനും 12-ാം പ്രതി ടി.പി. രവീന്ദ്രനും നേരത്തെ തന്നെ മരിച്ചിരുന്നു. ഇതോടെ കേസിലെ പ്രതികളുടെ എണ്ണം വീണ്ടും 10ആയി. ഇതിൽ 1-ാം പ്രതിയാണ് ടി.കെ. രജീഷ്. എൻ.വി. യാഗേഷ്, കെ. ഷംജിത്ത്, നെയ്യോത്ത് സജീവൻ, പണിക്കന്റെവിടെ വീട്ടിൽ പ്രഭാകരൻ, പുതുശ്ശേരി വീട്ടിൽ കെ.വി. പത്മനാഭൻ, മനോബേത്ത് രാധാകൃഷ്ണൻ, നാഗത്താൻകോട്ട പ്രകാശൻ, പുതിയപുരയിൽ പ്രദീപൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. പ്രതികൾക്കെതിരെ ഗൂഢാലോചന, കൊലപാതകം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീഗ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീഗ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.